26/11 മുംബൈ ആക്രമണത്തിന്റെ പ്രതികളിൽ ഒരാളായ അജ്മൽ കസബിന്റെ കയ്യിൽ കാവിത്തുണി ചുറ്റിയ കാഞ്ഞ ബുദ്ധി ആരുടേതാണ് എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ മുംബൈ ആക്രമണത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് AK-47മായി മുംബൈയുടെ തെരുവുകളിലും പിന്നീട് താജ് ഹോട്ടലിലും തീയുണ്ട തുപ്പിയ കസബിനെ ജീവനോടെ പിടിക്കുവാൻ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മറിച്ചായിരുന്നുവെങ്കിൽ സകല മാധ്യമങ്ങളും പ്രബുദ്ധ പാർട്ടികളും ചേർന്ന തീവ്രവാദിയായ കസബിനെ ഹിന്ദുവാക്കി ചിത്രീകരിക്കുമായിരുന്നു. അയാളെ RSSകാരനായി പ്രചാരണം നടത്തുമായിരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ബുദ്ധിജീവികൾ ഹിന്ദു തീവ്രവാദത്തിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ സംവാദങ്ങളും വഴിയോരങ്ങളിൽ രാഷ്ട്രീയക്കാർ സമര പരമ്പരകളും ചാനലുകളിൽ അന്തിച്ചർച്ചകളും പൊടിപൊടിക്കുമായിരുന്നു. നിഷ്കളങ്കരായ പാകിസ്ഥാൻകാരെ കുറ്റപ്പെടുത്തിയ തീവ്ര ഹിന്ദുത്വത്തിനെതിരെ ഒരു പ്രചാരണ പരമ്പര വരെ അവർ ചേർന്ന് നടത്തുമായിരുന്നു. പക്ഷെ കസബ് അവൻ മരിച്ചില്ല. അവൻ പിടിക്കപ്പെടുന്നതിനും മരണത്തിനുമിടയിൽ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ തീവ്രമായ ഇന്ത്യ വിരോധവും അവിടെ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ ഭീകരതയും ലോക ജനതയ്ക്ക് മുൻപിൽ അവന്റെ മൊഴിയായി രേഖപ്പെടുത്തുവാൻ ഇന്ത്യൻ കുറ്റാന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. മറിച്ചായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ അസ്തിത്വം പേറുന്ന ജനതയുടെ ഓരോ അംഗത്തിലേക്കും കണ്ണുമടച്ച് ഈ ഗൂഢസംഘങ്ങൾ വിമർശനങ്ങളുടെ വാളുകൾ കുത്തിയിറക്കുമായിരുന്നു എന്നതിൽ തെല്ലും സംശയമില്ല. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നടന്ന മോഷണ ശ്രമത്തിൽ കുത്തുകൾ കൊണ്ട് ഗുരുതരമായി പരിക്കുകളുമായി അദ്ദേഹം ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ പ്രതിയെക്കുറിച്ച് വിവരിച്ചു കണ്ടത് ഏതാണ്ട് ഈ രീതിയിൽ തന്നെയായിരുന്നു. പ്രതിപക്ഷമായ കോൺഗ്രസും NCPയും ഉദ്ധവ് ശിവസേനയും പ്രതിയെ പിടിക്കുവാൻ വൈകുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രചാരണം നടത്തിയതും ഗൂഢമായ ലക്ഷ്യം മുന്നിൽ കണ്ടു തന്നെയാണ്. ഈ കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ട മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന അനധികൃത കുടിയേറ്റക്കാരനാണ് എന്ന മുംബൈ കമ്മീഷണർ ഓഫീസിൽ നിന്നും വിവരം ലഭിക്കുമ്പോൾ മതവിദ്വേഷം ഉയർത്തുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തിയവർ കടമൂട്ടി സ്ഥലം വിട്ടിരുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകാനുള്ള ബില്ല് NDA സർക്കാർ പാസാക്കിയപ്പോൾ അനധികൃതമായി കടന്നു വന്ന ഇത്തരം തീവ്രവാദികളെ കൂടി സംരക്ഷിച്ച് പാലൂട്ടണം എന്ന് വാദിച്ച ബോളിവുഡ് നായകന്മാർ ഇവരുടെ ഇരയാകുന്നത് വിരോധാഭാസം തന്നെയാണ്. 80% വരുന്ന ഭൂരിപക്ഷ ജനത എത്രത്തോളം വലിയ വെല്ലുവിളികളിൽ കൂടിയാണ് ഈ രാജ്യത്ത് കടന്നു പോകുന്നത് എന്ന ഇത്തരം സന്ദർഭങ്ങൾ കാണിച്ചു തരികയാണ്. ബംഗ്ലാദേശിൽ നിന്നും കടന്നുകയറുന്ന ഇത്തരം കൊടും കുറ്റവാളികൾക്ക് താവളമൊരുക്കുകയും ആധാർ കാർഡ് സംഘടിപ്പിച്ചു കൊടുക്കുകയും വോട്ട് ബാങ്കിന് വേണ്ടി ഈ രാജ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കാടത്തത്തിനെ എന്ത് പേരിട്ട് വിളിച്ചാലും അധികമാകില്ല.